ഹായ്, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വാമന മലപ്രവാണ്. നമ്മൾ സായം സന്ധ്യയിലേക്ക് അടുക്കുന്നു. വാമന മലപ്രം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയല്ല. ഏവരുടെയും മുന്നിലും എപ്പോഴും തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു വളർന്നു വരുന്ന ഒരു മഹാവൃക്ഷമാണെന്ന് ഓർക്കുക. എത്രയെത്ര കമന്റുകളായാലും എത്രയെത്ര വേണ്ടാത്ത പോയിന്റുകളായാലും വാമനൻ അതൊരു വിഷയമല്ല, കാര്യമല്ല. കാരണം ഓരോ വാക്കുകൾക്കും അതെനിക്കൊരു മുല്ലപ്പൂ സുഗന്ധം പോലെ ഞാൻ ഏൽക്കുന്നു. പക്ഷേ നിങ്ങളുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യട്ടെ. ഞാൻ എന്റെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നു. ആർക്കും എന്നെ തളർത്തണമെന്നുണ്ട്, വ്യാമോഹം ഉണ്ടെങ്കിൽ അത് മനസ്സിലിരിക്കട്ടെ. നിങ്ങളുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുക. വാമനൻ മലപ്പുറം എന്നും മുന്നോട്ടുള്ള യാത്ര തന്നെയാണ്. ആർക്കും എവിടെയും എപ്പോഴും കമന്റ് ഇടാം. പക്ഷേ നിങ്ങൾക്കതിന് അധിക സമയങ്ങൾ വേണ്ടിവരില്ല. നിങ്ങൾ എന്റെ മുന്നിലേക്ക് തന്നെ നിങ്ങൾ വളർന്നു വരുന്ന ഈ വൃക്ഷത്തിന്റെ മുന്നിലേക്ക് തന്നെ ചാഞ്ഞു വിടുന്ന എനിക്കറിയാം. അതുകൊണ്ട് എന്റെ യാത്ര മുന്നോട്ടുള്ള തന്നെയാണ്. ദാ നോക്കൂ, വൃക്ഷങ്ങളിലെ ഒരുപാട് മാമ്പഴം പിന്നെ വിടർന്നു നിൽക്കുന്ന പോലെ ഈ വാമന മലപ്പുറം അതുപോലെ മധുരമുള്ള ഒരു മാമ്പഴമായി തീരും. അപ്പോൾ നിങ്ങളും പറഞ്ഞെത്തും, വാമനേട്ടാ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ക്ഷമിക്കണേ എന്ന്. ഇത് വാമനത്തിന്റെ വാക്കാണ്. എന്നും നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് എത്ര കമന്റുകൾ വേണമെങ്കിലും ചെയ്തോളൂ. ഇത് ഒരിക്കലും തളരാൻ പോകുന്ന മനസ്സല്ല, തളരാനുള്ളൊരു ശരീരവുമല്ല. എന്നും മുന്നോട്ടുള്ള യാത്ര തന്നെയാണ്. ഞാൻ ഒരു സാധാരണക്കാരനായി വളർന്നെങ്കിലും പക്ഷെ എന്റെ മനസ്സിൽ കണ്ട ഓരോ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് വാമനൻ മലപ്പുറം യാത്ര തുടരും. അതിന്റെ പുറകെ നിങ്ങൾക്ക് എത്ര തന്നെ ഓടിയാലും ഓടി എത്താനെങ്കിലും സാധിക്കില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ആരായാലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അത് ഭംഗിയായി തീരട്ടെ. കാരണം ഇവിടെ സമൂഹത്തിൽ നിന്ന് ഒരു സമൂഹം എന്ന് പറയുന്നത്, ഒരു സമൂഹം വളരുന്നതോ സമൂഹത്തിലുള്ള കുട്ടികൾ വളരുന്നതോ മുതിർന്നവർ വളരുന്നതോ ഒന്നും ഇവിടെ ആർക്കും തൃപ്തിയില്ലാത്തൊരു കാര്യത്തിലേക്കാണ് ഓരോ യുവാക്കളും വളർന്നു പോകുന്നത്. പക്ഷേ ആ ഒരു വ്യാമോഹം നിങ്ങൾ മാറ്റിയെടുക്കുക. വാമന മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരക്കാരനല്ല എന്ന് നിങ്ങൾ ഓർത്തോളുക. എന്നും എപ്പോഴും ഏത് വ്യക്തിയുടെ മുന്നിലും വാമനൻ മലപ്പുറം ഇതാ തഴച്ചുളർന്നു കൊണ്ടേയിരിക്കും. ഞാൻ നട്ട പൂമരം പൂത്തുലയും. അതിന്റെ മുകളിലേക്ക് 1000 10,000 കോടാനുകോടി പറവകൾ വന്നാലും എന്നെ തളർത്തില്ല. പക്ഷെ സ്നേഹിക്കാനുള്ള മനസ്സുള്ളവർ മാത്രം അവിടെ പറന്നെത്തും. അല്ലാത്തവർ കണ്ണും മിഴിച്ച് അന്തം വിട്ട് കുന്തം മിഴിക പിന്നെ പോലെ അങ്ങനെ നിൽക്കേണ്ടി വരും. യെസ്, ഗുഡ് ബൈ. വീണ്ടും കാണാം, കണ്ടുമുട്ടാം. വാമന മലപ്പുറം.